നമസ്കാരം കൂട്ടുകാരെ, ഗ്രേറ്റ് ഈഗിളിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ പുതിയൊരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ട്രേഡ് സെറ്റപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രേഡ് സെറ്റപ്പിൽ ഞാൻ പറയുന്നത് ഈ പീരീഡിൻ്റെ സക്സസ്സും ഫെയിലിയറിനെയും കുറിച്ചാണ് നമ്മൾ ഈ ഒരു ട്രേഡ് സെറ്റപ്പിനെ കുറിച്ച് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ചെറിയ സബ്ജക്റ്റാണ്. അതുകൂടാതെ കുറച്ചൊന്ന് നിങ്ങളൊന്ന് സമയം ഇരുത്തി പലപ്പോഴായിട്ട് ഈ വീഡിയോ കണ്ട് ഒരു ക്ലാരിറ്റി വരുത്തിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. സോ ഈ പീരീഡ് മാർക്കറ്റ് പ്രൊഫൈലിൽ നടക്കുന്ന ഈ പീരീഡ് എന്ന് പറഞ്ഞ സമയത്തിന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, എ എന്ന് പറഞ്ഞാൽ 9:15 9:45, ബി എന്ന് പറഞ്ഞാൽ 9:45 10:15, സി 10:15 10:45, ഡി 10:45 11:15. അത് കഴിഞ്ഞ് വരുന്ന സമയമാണ് ഈ 11:15 11:45 എന്ന് പറഞ്ഞ സമയത്തിനെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലുകാർ വിളിക്കുന്ന ഒരു പേരാണ് ഈ. സോ മാർക്കറ്റ് പ്രൊഫൈൽ ഇക്ക് ഒരു പ്രത്യേക ഒരു പേരുണ്ട്, ഇ ഫോർ എക്സ്റ്റൻഷൻ. അതായത് മാർക്കറ്റ് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോവാൻ വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്ന സെറ്റപ്പിനെ പറയുന്ന പേരാണ് ഇ ഫോർ എക്സ്റ്റൻഷൻ. ചിലപ്പോൾ മാർക്കറ്റ് ഇൻസൈഡ് ഒരു പ്രൊഫൈലിനകത്ത് തന്നെ മാർക്കറ്റ് മുകളിലോട്ടോ താഴോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇല്ല, ഒരു പ്രൊഫൈലിന് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. ഇതിപ്പോൾ നമ്മളെ 12-ാം തീയതി ഓഗസ്റ്റിൻ്റെ പ്രൊഫൈലാണ്. സോ ഡിക്ക് ശേഷം മാർക്കറ്റ് പുതിയൊരു ഹൈ ഈ പീരീഡിൽ തന്നു. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ പറ്റും. ഈ പുതിയൊരു ഹൈ ഡി പീരീഡിൽ ശേഷം ഇവിടെ വന്നു. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രൊഫൈൽ 13-ാം തീയതി ഓഗസ്റ്റിൻ്റെ പ്രൊഫൈൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിയുടെ അവിടെ മാർക്കറ്റ് ഡിയുടെ മുകളിലേക്ക് മാർക്കറ്റ് പോയി. പക്ഷേ ഇൻസൈഡ് ദ പ്രൊഫൈൽ പുതിയൊരു ഹൈ ഉണ്ടാക്കി. ഏതാണ്? പ്രീവിയസ് ക്യാൻഡിലിനെ അപേക്ഷിച്ച് പുതിയ ഹൈ ഉണ്ടാക്കുന്നു. ആ ഒരു ട്രേഡ് സെറ്റപ്പാണ് ഈ ഫോർ എക്സ്റ്റൻഷൻ. സോ സ്വാഭാവികമായിട്ട് ഓർത്തുകൊള്ളുക, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ വാക്ക് ഈ പീരീഡിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 100% ആ വാക്കിന് ഉതകുന്ന രീതിയിലാണ് മാർക്കറ്റ് ചിലപ്പോൾ തരുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പ്രൊഫൈൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡിക്ക് അകത്തായിരുന്നു ഈ വന്നത്. സോ സ്വാഭാവികമായിട്ടും ഒരു 90% ആ പറഞ്ഞ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമാക്കുന്ന ഒരു ടൈം ഫ്രെയിമാണ് ഈ ഫോർ എക്സ്റ്റൻഷൻ, അഥവാ 11:15 11:45. സോ എപ്പോഴും നമ്മളൊരു മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡർ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ഈ പീരീഡിനകത്ത് പുതിയ ഹൈയോ പുതിയൊരു, അപ്പോൾ നമ്മുടെ ട്രേഡ് സെറ്റപ്പിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെയാണ്? നമ്മളെ ട്രേഡ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഈ പീരീഡ് ഇസ് കാൾഡ് എക്സ്റ്റൻഷൻ പീരീഡ് ഇൻ മാർക്കറ്റ് പ്രൊഫൈൽ. എന്താണ് ഈ പീരീഡ് എന്ന് പറഞ്ഞാൽ? എക്സ്റ്റൻഷൻ പീരീഡാണ് മാർക്കറ്റ് പ്രൊഫൈൽ. സോ യൂഷ്വലി നമ്മുടെ ഐ ബിക്ക് ശേഷം, ഇനീഷ്യൽ ബാലൻസിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് വരുന്നൊരു ടൈം ഫ്രെയിം കൂടിയാണ് ഈ പീരീഡ് എന്ന് പറയുന്നത്. ഐ ബി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1 മണിക്കൂറാണ് ഇനീഷ്യൽ ബാലൻസ് ഐ ബി. ആ ഐ ബി പീരീഡിന് ശേഷം ഈ പീരീഡിലും ചെറിയ മൂവ്മെൻറ്റ്സ് ഒക്കെ മാർക്കറ്റിൽ കിട്ടാറുണ്ട്. ചിലപ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ ഒക്കെ പ്രതീക്ഷിച്ച് പോകുന്നതും ചിലപ്പോൾ ഈ ലൈക്കും തുടക്കത്തിൽ കാണിക്കുന്നതായിരിക്കും ഈ ആയിരിക്കും. സോ അടുത്ത ഉദ്ദേശിക്കുക, ഈ ഹൈ ഓർ ലോ ഡിസൈഡ് സക്സസ് ഫെയിലിയർ ഓഫ് എ ട്രേഡ്. അതായത് ഈക്കൊരു പുതിയ ഹൈയോ ലോയോ ഉണ്ടായതിനു ശേഷം ആ ഒരു പർട്ടിക്കുലർ ഏരിയ എന്ത് പറയും നിങ്ങളോട്, ഈ ട്രേഡ് നിങ്ങൾക്ക് സക്സസ് ആയി അടുത്ത ട്രേഡിലേക്ക് പോകുമോ ഇല്ല എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. യൂഷ്വലി ഈ പീരീഡിൽ ഒരു ഹൈയോ പുതിയൊരു ഹൈ, ഈ പീരീഡിൽ പുതിയൊരു ലോ, ഈ മേക്സ് ന്യൂ ഹൈ ഓർ ലോ, ദെൻ അത് സക്സസ് ആവണമെങ്കിൽ ഇറ്റ് ഹാസ് ടു ബ്രേക്ക് ബിഫോർ ജി എൻസ്. അതായത് 12:15 12:45 എന്ന് പറഞ്ഞ ജി പീരീഡിന് മുമ്പേ ഇക്ക് മുകളിൽ പുതിയൊരു ട്രേഡ് നടന്നിരിക്കണം ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രേഡിൻ്റെ സക്സസ് വളരെയധികം വളരെയധികം എന്താണ് പോസിറ്റീവ് ആവുക എന്നല്ലെങ്കിൽ ആ എക്സ്റ്റൻഷൻ ഫെയിലർ അല്ല, സക്സസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഓർത്തോളുക, ഈയിൽ പുതിയ ഹൈ, മാർക്കറ്റ് പുതിയ ഹൈ ഈയിലോ അല്ലെങ്കിൽ പുതിയ ലോ ഈ പീരീഡ് ഉണ്ടായതിനു ശേഷം അതിന് മുകളിൽ ട്രേഡ് നടന്ന് മൂവ്മെൻറ്റ് വരണം. ഏത് സമയത്തിന് മുമ്പേ വരണം? ഇക്ക് ശേഷം വരുന്ന എഫും ജിയും അതിനുശേഷം വരുന്ന 1 മണിക്കൂറിനകത്ത് പുതിയ ഹൈയോ ലോയോ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എങ്ങനെയാണ് സക്സസ് ആവുന്നത്? നേരെ ഓപ്പോസിറ്റ്, ഈയുടെ പുതിയ
ഹൈക്കോ ലോയ്ക്കോ മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് അത് സക്സസ് ആയിരിക്കാനും ചാൻസ് ഉണ്ട്. സോ ട്രേഡ് ഇത് വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. ഈ ട്രേഡിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വാല്യൂ ഏരിയ, മാർക്കറ്റ് മുകളിലോട്ട് നിൽക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ താഴേക്ക് നിൽക്കുന്ന ഏതാണ്, വാല്യൂ ഏരിയ അല്ലോ. ഇനി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ മുകളിലോട്ട് നിൽക്കുന്ന പ്ലെയർ ഏതാണ്, വാല്യൂ ഏരിയ ഹൈ. സോ ഇതിന്റെ എക്സ്റ്റൻഷൻ ഫെയിലർ ആവുകയാണെങ്കിൽ റിട്രേസ്മെന്റ് ടുവേർഡ്സ് വാല്യൂ ഏരിയ ലോ അല്ലെങ്കിൽ ഹൈയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് ഈ പീരീഡ് എക്സ്റ്റൻഷൻ. ഈ പീരീഡ് എക്സ്റ്റൻഷൻ അഥവാ ഫെയിലിയർ ട്രേഡ് എന്ന് പറയും. ട്രേഡ് മസ്റ്റ് ബി ഇൻട്രാഡേ ആയിരിക്കണം. അത് ഇതൊരു റിവേഴ്സൽ വരുന്നുണ്ട്, ഫൈൻഡ് ചെയ്യാൻ റിവേഴ്സൽ ട്രേഡ്, അതായത് നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് ട്രേഡ് അല്ലെങ്കിൽ റിവേഴ്സൽ ട്രേഡ് എടുക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് ടൈമും കൂടെയാണ് ഈ പീരീഡ് ഫോർ എക്സ്റ്റൻഷൻ ഫെയിലിയർ ട്രേഡ് സെറ്റപ്പ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക. അപ്പം ഞാൻ ഇതിന് രണ്ടായിട്ട് ഇവിടെ തരംതിരിച്ച് പറയട്ടെ. എന്തൊക്കെ രണ്ടായിട്ട് പറയുന്നു, അതായത് ഈ പീരീഡിൽ പുതിയ ഹൈ, ഇത് നിങ്ങൾ നോക്കി, ഈ 12-ാം തീയതിയുള്ള പ്രൊഫൈൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈയിൽ മാർക്കറ്റ് പുതിയൊരു ഹൈ ഉണ്ടാക്കി അല്ലേ. മാർക്കറ്റ് IB എക്സ്റ്റൻഷൻ CU ഹൈ, D ഹൈ, ഈയിൽ പുതിയ ഹൈ ഉണ്ടാക്കി. സോ ഈ ട്രേഡ് സെറ്റപ്പ് ഇതിന് നമ്മൾ പറയും രണ്ടിടത്തിൽ പറയാം. ഇൻസൈഡ് ദ പ്രൊഫൈൽ ഹൈയോ ലോയോ ക്രിയേറ്റ്, പ്രീവിയസ് ക്യാൻഡലിലെ ഹൈയോ ലോയോ ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് ട്രേഡ് കണ്ടീഷൻ എന്താണ്, ഔട്ട്സൈഡ് ദ പ്രൊഫൈൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ട്രെൻഡിങ് പ്രൊഫൈലിനകത്ത് ഈ സൈഡ് എക്സ്റ്റൻഷൻ വന്നതിന് ശേഷം അത് ഫെയിലിയർ ആവുന്ന ഈ രണ്ട് രീതിയിലേക്ക് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പോൾ ഓർത്തോളൂ. അപ്പോൾ ഫസ്റ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തോളൂ. ഇപ്പോൾ നിങ്ങൾ ഈ 12-ാം തീയതിയുള്ള പ്രൊഫൈൽ കാണുമ്പോൾ IBക്ക് മുകളിൽ നിങ്ങൾ മാർക്കറ്റ് നോക്കിയാൽ C പുതിയ ഹൈ അടിച്ചു, D എക്സ്റ്റൻഷൻ തന്നു, ഏകദേശം Eയിലും മാർക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്തതിന് ഞാൻ എന്ത് പറഞ്ഞു, നമ്മൾ അത് ഈ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന Fലും Gയിലും 11:15 തൊട്ട് 12:15 ഒരു മണിക്കൂറിനകത്ത് ഈ വരാൻ പോകുന്ന ഈയുടെ ഹൈ അല്ലെങ്കിൽ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിരിക്കണം. ഇല്ല എങ്കിൽ മാർക്കറ്റ് എന്ത് പറ്റും, പ്രീവിയസ് ക്യാൻഡിൽ ഡിയുടെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം പ്രീവിയസ് ആയ ഡിയുടെ മുകളിലേക്ക് ഈ പോയിട്ടുണ്ട്. ഈ 12:15 12:45 ജിക്കകത്ത് മാർക്കറ്റ് ഈ പീരീഡിന് മുകളിൽ പുതിയൊരു ഹൈ വന്നിട്ടില്ല എങ്കിൽ, ഇപ്പം ഇവിടെ ഈ പ്രൊഫൈൽ ഇപ്പോൾ ഹൈ നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞു, ഈക്ക് മുകളിൽ മാർക്കറ്റ് ഹൈ വന്നിട്ടില്ല എങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് എങ്ങോട്ട് പോകും, വാല്യൂ ഏരിയ ലോ ഭാഗത്തേക്ക് പോകാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. എന്താണ്, വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ നീല കളർ നമ്മുടെ വാല്യൂ ഏരിയ ലോ 24,370 വാല്യൂ ഏരിയ ലോ. സോ മാർക്കറ്റ് ഡിയുടെ മുകളിൽ നിന്ന് ഇയിലേക്ക് ബ്രേക്ക് ചെയ്തു. ഇപ്പം നമുക്ക് ഈ ട്രേഡ് എന്ത് ചെയ്യണം, ജി പീരീഡിനകത്ത് പുതിയ ഹൈയോ ലോയോ വന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈയുടെ ഹൈയോ ലോയോ സ്റ്റോപ്പ് ലോസ് ആറ്റി വെച്ചുകൊണ്ട് നമ്മൾ Hൽ ട്രേഡ് എടുക്കും. Hൻ്റെ തുടക്കത്തിൽ നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം നമ്മളെ ടാർഗറ്റ് ഇപ്പോൾ ഇവിടെ നമ്മൾ Hൽ എടുത്തോ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ഈ പീരീഡിന് മുകളിലാണ്. ഇതിന് മുകളിൽ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, വാല്യൂ ഏരിയ ലോ ആയ 24,370 നമ്മുടെ ടാർഗറ്റ്. സോ H നമുക്ക് ടാർഗറ്റ് തന്നില്ല. Jയിൽ നമ്മൾ ഈ ഹൈ അടിച്ചോ, ഈ ഹൈയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോയില്ല. Kയിൽ വന്നു, L പീരീഡ് ആയപ്പോൾ മാർക്കറ്റ് തിരിച്ചിറങ്ങി 24,370 ഭാഗത്ത് വന്നു. നമ്മൾ ട്രേഡ് എടുത്തത് ഏകദേശം 470 ഭാഗത്ത് ആണെങ്കിൽ നമുക്ക് കൃത്യം പറഞ്ഞാൽ 100 പോയിന്റ് ട്രേഡ് കിട്ടി. ഇതാണ് ഞാൻ പറഞ്ഞത്, ഡിക്ക് മുകളിൽ ഈ പോകുന്ന സമയങ്ങളിൽ, ഡിയുടെ ലോയ്ക്ക് താഴെ ഈ പോകുന്ന സമയങ്ങളിലാണ് ഈ ട്രേഡ്. സോ ഇത് ഔട്ട്സൈഡ് പ്രൊഫൈൽ രണ്ടും ഒന്നായി. ഡിക്ക് മുകളിൽ പോയാൽ അതിന് മുകളിൽ FOGO പോയിരിക്കണം. ഡിക്ക് താഴെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് താഴെ FOGO വന്നിരിക്കണം. ഇല്ല എങ്കിൽ ഈ ഒരു ട്രേഡ് ഫെയിലിയർ ആവുകയും ചെയ്യും. നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പൊസിഷൻ എടുക്കാം. സോ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, ഈക്ക് മുകളിൽ മാർക്കറ്റ് പോയി, F വന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്തു, G വന്നില്ല. നമ്മൾ Hൽ എടുത്തു, ഏത് 22 സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ 24,531 ഭാഗത്ത് വെച്ചു. 24,470 ഭാഗത്ത് നമ്മൾ ട്രേഡ് എടുത്തു. മാർക്കറ്റ് ഇറങ്ങി വന്ന് നമ്മുടെ ടാർഗറ്റായ വാല്യൂ ഏരിയ ലോ വന്നു. നിങ്ങൾ ഇവിടെ നോക്കൂ, പിറ്റേ ദിവസം നിങ്ങൾ ഇവിടെ നോക്കൂ, ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. പിറ്റേ ദിവസം ഇതിന് ഞാൻ മാറ്റാമോ, ഈ പിറ്റേ ദിവസം 13-ാം തീയതിയുള്ള പ്രൊഫൈൽ ഡിക്ക് മുകളിൽ വന്നു തന്നെയല്ലോ. ഇൻസൈഡ് ദ പ്രൊഫൈൽ തന്നെയാണ്, പക്ഷെ ഡിയുടെ മുകളിൽ മാർക്കറ്റ് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ജി എന്ത് ചെയ്തു, വന്നു, ഇക്ക് താഴെ F കട്ട് ചെയ്ത് ജിയും കട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ നോക്കൂ, എന്ത് പറ്റി, ഇക്ക് താഴെ F കട്ട് ചെയ്ത് G കട്ട് ചെയ്ത് പോയപ്പോൾ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിപ്പോയി. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായ, അതായത് ഈയുടെ ലോയോ ഹൈയോ, പ്രത്യേകിച്ച് ഈ ഇൻസൈഡ് ദ പ്രൊഫൈൽ ആണെങ്കിൽ ഈയുടെ ലോയോ ഹൈയോ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്സൈഡ് ദ പ്രൊഫൈൽ ആണെങ്കിൽ ഈയുടെ ഹൈ അല്ലെങ്കിൽ ലോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇൻസൈഡ് ദ പ്രൊഫൈൽ ആയതുകൊണ്ടാണ് ഈയുടെ ഹൈയും ലോയ്ക്ക് അകത്ത് മാർക്കറ്റ് നിന്നതിന് ശേഷം F പൊട്ടിയപ്പോൾ എന്ത് പറ്റി, ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസിലേക്ക് മാർക്കറ്റ് വന്നു. സോ ഓർത്തോളുക,
ഈ പീരീഡിന് മുകളിലോ താഴെയോ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഫെയിലിയർ ഓഫ് ദ EAT കണക്കാക്കാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഇന്നലത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രൊഫൈലായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് നോക്കൂ, DE കട്ട് ചെയ്ത് E പോയി, EA കട്ട് ചെയ്ത് F പോയി. എന്ത് പറ്റി? റിവേഴ്സൽ ട്രേഡിൻ്റെ ഒരു കൃത്യമായിട്ട് നോക്കൂ, F പോവുകയും ചെയ്തു, F എന്ത് ചെയ്തു? AE കട്ട് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഓർത്തോളുക, ഈയുടെ ലോയോ ഹൈയോ മാർക്കറ്റ് കട്ട് ചെയ്യുമെങ്കിൽ ആ സൈഡിലേക്ക് നമ്മളൊരു പൊസിഷൻ എടുത്താൽ നമുക്ക് സക്സസ്ഫുൾ ട്രേഡ് കിട്ടും. ഈ ഫെയിലറിന് പകരം ഈ സക്സസ്ഫുൾ ട്രേഡ് കിട്ടും. ഇല്ല, ഈയിലൊരു പുതിയ ഹൈയും ലോയും ഉണ്ടായി, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ദിവസങ്ങളിൽ, അതായത് മാർക്കറ്റ് പുതിയൊരു ഹൈ ഈ പീരീഡിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഓർത്തോളുക, മാർക്കറ്റ് ഒരു ഹൈ ഓർ ലോ പുതിയൊരു ഈ പീരീഡിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എഫിലും ജിയിലും മൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആവാനുള്ള ചാൻസ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ഈയിലുണ്ടാകുന്ന ലോയുടെ ഹൈയുടെ ഭാഗത്ത് നമ്മൾ ഒരു പൊസിഷൻ അതിന് ഭാഗത്ത് നോക്കിയതിന് ശേഷം അത് സ്റ്റോപ്പ് ലോസ് വച്ചുകൊണ്ട് ഒരു ഓപ്പോസിറ്റ് പൊസിഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ എന്ത് പറ്റി, മാർക്കറ്റ് ഈ പുതിയ ഹൈ ഉണ്ടാക്കി. സോ നമ്മൾ ഇവിടെ എച്ചിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു പുട്ടെടുത്തു. ഇവിടെ മാർക്കറ്റ് കയറി നിൽക്കുന്നതുകൊണ്ട് കോളാണ്, നമ്മളിവിടെ പകരം റിവേഴ്സൽ ട്രേഡ് നമ്മൾ ചെയ്തു. നമ്മൾ എന്താണ് കോൺട്രാ ട്രേഡ് ഇവിടെ ചെയ്തു. ഈ കോൺട്രാ ട്രേഡ് എന്ന് പറഞ്ഞത് പുട്ടിൽ നമ്മൾ എടുത്തു, നമുക്ക് വാല്യൂ ഏരിയ ലോ വന്നു. ഇപ്പോഴും ഓർത്തോളുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാണ്. ഈ പീരീഡിൻ്റെ ഹൈ ലോയോ പുതിയതായിട്ട് ഉണ്ടാകുമെങ്കിൽ, അതായത് മാർക്കറ്റ് പുതിയൊരു ഹൈ ഓർ ലോ ഈ പീരീഡിൽ അതായത് 11:15 11:45 എന്ന് പറഞ്ഞ ആ സമയത്താണ് തരുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ FOGO പോയിരിക്കണം. FOG എന്ന് പറഞ്ഞാൽ 11:45 12:15 12:15 12:45, ഈ 11:15 12:45 ഇടയ്ക്കുള്ള ഒരു മണിക്കൂറിനകത്ത് ഈയിലുണ്ടാകുന്ന എക്സ്റ്റൻഷൻ പുതിയ ഹൈയോ ലോയോ മാർക്കറ്റ് ബേർക്ക് ചെയ്യിക്കണം. എല്ലാ എങ്കിൽ ആ എക്സ്റ്റൻഷൻ ഫെയിലിയർ ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യം ഓർത്തോ, സെക്കൻഡറി കേസ് എന്ന് പറഞ്ഞാൽ സമ്മറിയുടെ സെക്കൻഡറി ഭാഗം, അതായത് ഈ ഇൻസൈഡ് ദ മാർക്കറ്റിനകത്താണ് ഒരു ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്ത് FOGO പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റിവേഴ്സൽ ട്രേഡിലേക്കുള്ള ചാൻസ്. ഇവിടെ നോക്കുന്നത്, മാർക്കറ്റ് ഇവിടെ ഈ ഹൈ പോയി, പക്ഷേ എഫിലായപ്പോൾ മാർക്കറ്റ് കട്ട് ചെയ്ത് താഴേക്ക് പോയി. ഇപ്പോൾ എന്ത് പറ്റി നിങ്ങൾ നോക്ക്, ആ ദിവസം മാർക്കറ്റ് ഇറങ്ങി എവിടം വരെ വന്നു? 24,120 വന്നു. ഏകദേശം പറഞ്ഞാൽ 24,326 തൊട്ട് 200 പോയിന്റ് ഇറങ്ങി. നിങ്ങൾ ഇവിടെ നോക്കൂ, ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ കട്ട് ചെയ്ത് F പോയി. ഇപ്പോൾ എന്ത് പറ്റി? ജിയും പോയി, മാർക്കറ്റ് H വരെ പോയി തിരിച്ച് താഴേക്ക് ഇറങ്ങി. നമ്മുടെ ലോസ് ഒന്നും കൂടെ നമുക്ക് എന്താ, ഈക്കകത്താണ് നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്, ഇവിടെ നമുക്ക് E കട്ട് ചെയ്ത് മുകളിൽ F പോയി, F കട്ട് ചെയ്ത് G പോയി. പക്ഷേ Hും പോയതിനു ശേഷം കൂടെ നമ്മളുടെ പൊസിഷൻ ജിയിൽ എടുത്താൽ കൂടെ നമുക്ക് അധികം ലോസ് ഒന്നും ഈ ട്രേഡിൽ വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ പ്രൊഫൈല് CE വന്നു, DA കട്ട് ചെയ്ത് E പോയി, താഴേക്ക് പോയില്ല, പകരം ഡിയുടെ മുകളിൽ മാർക്കറ്റ് E പോയി. EA കട്ട് ചെയ്ത് F പോയപ്പോൾ കണ്ടോ, നിങ്ങൾ കൊണ്ട് F ഉണ്ട്, F EA കട്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി? മാർക്കറ്റ് വെച്ച് റിവേഴ്സ് ആവുകയും ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റ് പുതിയ ഹൈയിലേക്കും പോയി. സോ ഓർത്തോളുക, ഈയുടെ ലോയോ ഹൈയോ ബ്രേക്ക് ചെയ്തിട്ടുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ വരുന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് നമുക്ക് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സക്സസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ട്രേഡ് സെറ്റപ്പ് കിട്ടും. ഇല്ല, ഈ ഫെയിലർ എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് പുതിയ ഹൈയോ ലോയോ ഈ പീരീഡിൽ ഉണ്ടാക്കുമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയ പൊസിഷൻ നമ്മൾ കോൺട്രാ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതും ഒരു സക്സസ് ആയ ട്രേഡ് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കൽ പോരാ, ഈ വീഡിയോ പല പ്രാവശ്യം കേൾക്കുക. 1 2 3 4 പ്രാവശ്യം നിങ്ങൾ കേട്ടാൽ മാത്രമേ മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ച് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഓരോരോ ട്രേഡ് സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് ഓരോരോ ട്രേഡ് സെറ്റപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുക, പഠിക്കുക. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ഞങ്ങളുടെ പുതിയ മാർക്കറ്റ് പ്രൊഫൈലും ഓർഡർ ഫ്ലോയും വെച്ചുള്ള ലൈവ് ട്രേഡിങ്ങിൻ്റെ ബാച്ച് പുതുതായി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാം, അത് കാണണം, എങ്ങനെയാണ് ട്രേഡ് നടക്കുന്ന താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ ഈ കാണിച്ച വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഒരാഴ്ച നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഫ്രീ ആയിട്ടിരുന്ന്, ഒരു പൈസയും മുടക്കാതെ ഫ്രീ ആയിട്ടിരുന്ന് നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ഗൂഗിൾ മീറ്റിൽ ഇരുന്ന് അത് കാണാവുന്നതാണ്. നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ ഇറ്റ്. സോ എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സൈൻ ഓഫ്. നിങ്ങൾ സ്വന്തം വിഷ്ണുഗുപ്തൻ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ബൈ ആൻഡ് നല്ലൊരു ഞായറാഴ്ച